ഹായ് ഗൈസ്, ഐ എം ആൽബിൻ ജോസ്. നമ്മൾ കേരള PSCയുടെ ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമിനേഷനിലെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ ക്ലാസ്സാണ് നമ്മളൊന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും നോർമലി ഇതുവരെയുള്ള പോളിടെക്നിക് ലെക്ചർ എക്സാമിനേഷൻ, അതായത് സിവില്, ഓട്ടോമൊബൈൽ, ടൂൾ ആൻഡ് ഡൈ, ഇലക്ട്രിക്കൽ, ഇതിലൊക്കെ നോർമലി ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള സിലബസിലുള്ള മെയിൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഓഫ് IC എഞ്ചിൻ ആൻഡ് കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് IC എഞ്ചിൻസ്, ദെൻ ഓട്ടോമൊബൈൽ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം, ദെൻ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പവർ പ്ലാന്റ് ആണ്. അങ്ങനെ മെയിനായിട്ട് 3 ടോപ്പിക്കുകളാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പാർട്സ് ഓഫ് IC എഞ്ചിനാണ്. പാർട്സ് ഓഫ് IC എഞ്ചിനും അതുപോലെ ഇതുവരെയുള്ള PSC എക്സാമുകളിൽ ഈ പാർട്സ് ഓഫ് IC എഞ്ചിൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് 15ഓളം വരുന്ന ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. IC എഞ്ചിൻ്റെ പാർട്സിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ IC എഞ്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഹീറ്റ് എഞ്ചിൻ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. അത് ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ്റെ ശരിക്കുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിൻ്റെ സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ നോർമലി ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഹീറ്റ് എനർജി നമുക്കറിയാം. ഹീറ്റ് എഞ്ചിനിൽ നമ്മൾ നോർമലി ഒരു എഞ്ചിനിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഒരു ഫ്യൂവലാണ്. അപ്പോൾ ആ ഫ്യൂവലിൻ്റെ കെമിക്കൽ എനർജി ഈ എഞ്ചിൻ്റെ ഉള്ളിൽ ഹീറ്റ് എനർജി ആയിട്ട് മാറും. ആ ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹീറ്റ് എഞ്ചിനെ നമ്മൾ മെയിൻലി 2ആയിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ് EC എഞ്ചിൻ. എന്താണ് EC എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് EC എഞ്ചിൻ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് IC എഞ്ചിൻ. IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനെയാണ് നമ്മൾ IC എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്റ്റീം എഞ്ചിൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഒരു എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ നമ്മളുടെ കമ്പസ്റ്റിൻ പ്രോസസ്സ്, അതായത് ഫ്യൂവൽ ബേൺ ചെയ്ത് ഹീറ്റ് എനർജി ഉണ്ടാകുന്നത് നമ്മുടെ സിലിണ്ടറിൻ്റെ പുറത്തായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതെന്ന് പറഞ്ഞാൽ പഴയകാല ഒരു തീവണ്ടിയാണ്. അപ്പോൾ തീവണ്ടിയിൽ കൽക്കരി ബേൺ ചെയ്യുന്നു, അതുമൂലം ഇവിടെ വാട്ടർ സ്റ്റീമായിട്ട് മാറും. ഈ സ്റ്റീമാണ് നമ്മുടെ എൻജിനിൽ വരുന്നത്. ഈ കാണുന്നതാണ് എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്പസ്റ്റിൻ ഓർ ബേണിംഗ് പ്രോസസ്സ് നടക്കുന്നത് എൻജിൻ്റെ പുറത്താണ്. ഓക്കെ, ഇവിടെയാണ് ഈ ബേണിംഗ് നടക്കുന്നത്, പക്ഷേ പവർ കിട്ടുന്നത് ഈ എൻജിനിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ എങ്ങനെയാണ്? ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ ഈ ബേണിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഇൻസൈഡ് ദ എൻജിൻ. ഓക്കെ, ഇൻറ്റേർണലി ആണ് കമ്പസ്റ്റിൻ പ്രോസസ്സ് നടക്കുന്നത്. ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് ബേണിംഗ് പ്രോസസ്സ് നടക്കുക. അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് മെക്കാനിക്കൽ എനർജി, പിസ്റ്റൺ മൂവ് ചെയ്ത് മെക്കാനിക്കൽ എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനും എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ നമ്മളിതിൻ്റെ എക്സാമ്പിൾ ഓർത്തിരിക്കുക. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ മെയിൻ എക്സാമ്പിൾ സ്റ്റീം എഞ്ചിനാണ്. ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നോർമൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ എഞ്ചിൻസും ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻസാണ്. ഓക്കെ, ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനെ അഗെയിൻ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന മെയിൻ ഇഗ്നീഷൻ ബേണിംഗ് പ്രോസസ്സിൻ്റെ ബേസിൽ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒന്നാമത്താണ് CI എഞ്ചിൻ. എന്താണ് CI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ? CI എഞ്ചിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ്. CI എഞ്ചിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? CI എഞ്ചിനുള്ള എക്സാമ്പിൾ ഡീസൽ എഞ്ചിനെയാണ് നമ്മൾ CI എഞ്ചിൻ എന്ന് പറയുക, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ വരും സ്ലൈഡുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വർക്കിംഗ് പറയും.
അപ്പോൾ സി ഐ എഞ്ചിനിൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ് സി ഐ എഞ്ചിൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനാണ്. ഇതിനെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സി ഐ എഞ്ചിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 2 സ്ട്രോക്ക് എഞ്ചിൻസ് ആൻഡ് 4 സ്ട്രോക്ക് എഞ്ചിൻസ്. ഓക്കെ, ഇത് എന്താണ് സ്ട്രോക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ സി ഐ എഞ്ചിനെ നമ്മൾ എഗെയിൻ ഡീസൽ എഞ്ചിൻ തന്നെയാണ്, അതിനെ നമ്മൾ പിന്നെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 2 സ്ട്രോക്ക് ആൻഡ് 4 സ്ട്രോക്ക്. ഇനി ഐ സി എഞ്ചിൻ്റെ രണ്ടാമത്തെ ഒരു മെയിൻ ക്ലാസിഫിക്കേഷനാണ് എസ് ഐ എഞ്ചിൻ. എന്താണ് എസ് ഐ എഞ്ചിൻ? എസ് ഐ എഞ്ചിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്നാണ്. സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ. അപ്പോൾ ഈ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ്റെ എക്സാമ്പിൾസ് ആണ് പെട്രോൾ എഞ്ചിൻ, ഗ്യാസോലിൻ എഞ്ചിൻ, ഇവിടെ എല്ലാം സ്പാർക്ക് ഇഗ്നിഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനെ ഇഗ്നിഷൻ അല്ലെങ്കിൽ ബേണിംഗ് പ്രോസസ്സിൻ്റെ ബേസിലാണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ആൻഡ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു സി ഐ എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് എസ് ഐ എഞ്ചിനാണ്. ഈ എസ് ഐ എഞ്ചിനെ തന്നെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 2 സ്ട്രോക്ക് ആൻഡ് 4 സ്ട്രോക്ക് എഞ്ചിൻ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ബ്രീഫായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ ഡിസ്കസ്. അപ്പം നോർമൽ പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ള രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട പാർട്സിലേക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഒരു 4 സ്ട്രോക്ക് എഞ്ചിനാണ്, 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് പാർട്സിനെ കുറിച്ച് ഏകദേശം ഒരു ബ്രീഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് ഐ സി എഞ്ചിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ക്രാങ്കാണ്. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ സി ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് റൊട്ടേഷണൽ എനർജി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റൊട്ടേഷണൽ എനർജി റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട്, ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന മെയിൻ പാർട്ട് ക്രാങ്കും ക്രാങ്ക് ഷാഫ്റ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് റൊട്ടേഷണൽ എനർജി നമുക്ക് കിട്ടുന്നത്. ഇതാണ് പിസ്റ്റൺ. ഈ കാണുന്ന പാർട്ടാണ് നമ്മൾ പറയുന്നത് പിസ്റ്റൺ എന്ന് പറയുന്ന പാർട്ട്. ഓക്കെ, അപ്പോൾ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? പിസ്റ്റൺ ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉണ്ടാവും. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ് പിസ്റ്റനുള്ളത്. ക്രാങ്കിനുള്ളത് റൊട്ടേഷണൽ മോഷനാണ്. ഓക്കെ, അപ്പോൾ ഈ പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ നമ്മൾക്ക് ആവശ്യമുള്ള റൊട്ടേഷണൽ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഈ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ എഞ്ചിൻ്റെ ഏറ്റവും പെരിഫറി ഏറ്റവും ഔട്ട്സൈഡായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു പാർട്ടിനാണ് നമ്മൾ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഒരു സിലിണ്ടർ ഉണ്ടാവും. ആ സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് നടക്കുക, പിസ്റ്റൺ മൂവ്മെൻറ്റ്സ് നടക്കുക. ഓക്കെ, അപ്പോൾ ഈ പിസ്റ്റൺ ഡയറക്റ്റ്ലി ഈ സിലിണ്ടറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ല. പകരം പിസ്റ്റണിൽ 3 റിങ്സ് ഉണ്ട്. ആ പിസ്റ്റൺ റിങ്സ് ആണ് ആക്ച്വലി ഈ സിലിണ്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത്. പിസ്റ്റൺ റിങ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ സിലിണ്ടർ ഏറ്റവും പെരിഫറി എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ബ്ലോക്കാണ്. അതിൻ്റെ തൊട്ടുള്ളിലാണ് സിലിണ്ടർ വരുന്നത്. സിലിണ്ടറിൻ്റെ ഉള്ളിലൂടെയാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്കിൻ്റെ റൊട്ടേറ്ററി മോഷനായി കൺവേർട്ട് ചെയ്യുന്ന ആളാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഇനി സിലിണ്ടറിൻ്റെ ടോപ്പ് പാർട്ടിനെയാണ് നമ്മൾ സിലിണ്ടർ ഹെഡ് എന്ന് പറയും. അപ്പോൾ സിലിണ്ടർ ഹെഡിലാണ് നമ്മളുടെ ഇൻടേക്ക് വാൽവ്, അതായത് ഇൻലെറ്റ് വാൽവ്, അതേപോലെ എക്സോസ്റ്റ് വാൽവ് ഇവരെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വാൽവുകളിലൂടെയാണ് നമ്മുടെ ഫ്യൂവൽ ഇൻലെറ്റ് വാൽവിലൂടെയാണ് ഫ്യൂവലും എയറും ഇൻടേക്ക് വരിക. അതേപോലെ ഈ എക്സോസ്റ്റ് ഇവിടെ നടന്ന കമ്പസ്റ്റിന് ശേഷമുള്ള പ്രോഡക്റ്റ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് പുറത്തോട്ട് കളയാനുള്ള എക്സോസ്റ്റ് ഗ്യാസസ് പോകുന്നത് ഈ എക്സോസ്റ്റ് പോർട്ടിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് ഈ ഫ്യൂവൽ വരാനാണ് നമ്മൾ ഇൻലെറ്റ് വാൽവ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടിനാണ് നമ്മൾ കമ്പസ്റ്റിംഗ് ചേമ്പർ എന്ന് പറയാം. ഓക്കെ, കമ്പസ്റ്റിംഗ് ചേമ്പർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ബേണിംഗ് പ്രോസസ്സ്, എക്സ്പ്ലോഷൻ നടക്കുന്നത്, അതായത് ഫ്യൂവൽ കത്തി ജ്വലിക്കുന്നത് ഈ ഒരു ചേമ്പറിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചേമ്പറിൻ്റെ ഉള്ളിലെ കത്തി ജ്വലനം അല്ലെങ്കിൽ ആ എക്സ്പ്ലോഷൻ മൂലമാണ് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ഈ നമുക്കറിയാം ഇതിലൂടെ ഫ്യൂവൽ വരണമെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂവൽ എയർ മിക്സറൊക്കെ വരണമെങ്കിൽ വാൽവ് ഓപ്പൺ ചെയ്യണം. അത് ആവശ്യത്തിനുള്ള ഫ്യൂവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാൽവ് ക്ലോസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ വാൽവിൻ്റെ ഈ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ വാൽവ് ഓപ്പണിങ് ക്ലോസിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ക്യാം മെക്കാനിസം എന്ന് പറയാം, ക്യാം ഷാഫ്റ്റ് മെക്കാനിസം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. അപ്പോൾ ക്യാം ഷാഫ്റ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്
വാൽവിൻ്റെ ഓപ്പണിങ് ക്ലോസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു വാൽവിൽ നമ്മൾ സ്പ്രിങ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം സ്പ്രിങ് കംപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്പ്രിങ്ങിനെയാണ് നമ്മൾ ഈ ക്യാം വെച്ച് സ്പ്രിങ്ങിലുള്ള ഉണ്ടാവുന്ന കംപ്രഷനെ നമ്മൾ റിലീസ് ചെയ്യും, കംപ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യാൻ മാത്രം നമ്മൾ ഫോഴ്സ് അതായത് ഓട്ടോമാറ്റിക്കലി വാൽവ് ക്ലോസ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വാൽവ് ക്ലോസിങ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു 4 സ്ട്രോക്ക് എൻജിൻ്റെ മെയിൻ പാർട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ക്രാങ്ക് ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റാണ്. ഓക്കെ, റൊട്ടേറ്റിംഗ് ബ്രാക്ക് എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റിനാണ് നമുക്ക് റൊട്ടേഷണൽ എനർജി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഈ പിസ്റ്റൺ ആണ് എൻജിനിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നടക്കുന്നത്. അപ്പോൾ പിസ്റ്റൺ എവിടെയാണ് ഉള്ളത്? എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. ഞാൻ സിലിണ്ടർ വെച്ചിരിക്കുന്ന ടോട്ടൽ പെരിഫറിക്കാണ് നമ്മൾ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുക. പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനായിട്ട് ക്രാങ്കിൻ്റെ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഈ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാൽവുകളുണ്ട്. നോർമലി 4 സ്ട്രോക്ക് എൻജിന് 2 വാൽവാണ്, ഇൻലെറ്റ് വാൽവും ഔട്ട്ലെറ്റ് വാൽവും അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൽവുമാണ് ഉള്ളത്. ഈ വാൽവിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാം ആൻഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നോർമലി എൻജിൻ്റെ മെയിൻ പാർട്സിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് അതിലെ ഓരോ പാർട്സിനെ കുറിച്ചും ഇൻഡിവിജ്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത് പിസ്റ്റൺ ആൻഡ് പിസ്റ്റൺ റിങ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് എൻലാർജ്ഡ് ആയിട്ടൊരു വ്യൂ ആണ്. അപ്പോൾ പിസ്റ്റൺ നോർമലി പിസ്റ്റൻ്റെ ടോപ്പ് സർഫസിനെ എന്ന് പറഞ്ഞാൽ കമ്പഷൻ നടക്കുന്ന ഈ ഒരു മുകൾ പാർട്ടിലാണ്. ഇതിനെ നമ്മൾ പിസ്റ്റൻ്റെ ക്രൗൺ എന്ന് പറയും. ഓക്കെ, ഇത് നോർമലി സിലിണ്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന പാർട്ട് നമ്മൾ ലാൻഡ് എന്ന് പറയും. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ പിസ്റ്റൻ്റെ റിങ്സ് ആണ്. ഓക്കെ, പിസ്റ്റണിൽ നമ്മൾ പറഞ്ഞു റിങ്ങുകളുണ്ട്. പിസ്റ്റൺ ഡയറക്റ്റ്ലി സിലിണ്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നില്ല. പിന്നെ ആരാണ് കോണ്ടാക്റ്റ് വരുന്നത്? ഈ കാണുന്ന റിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പിസ്റ്റണിന് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ പിസ്റ്റണിലാണ്. അപ്പം ആക്ച്വലി പിസ്റ്റൺ എന്ന് പറയുന്ന സംഭവമാണ് റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് ഓഫ് ദ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ പിസ്റ്റണാണ്. ഓക്കെ, ഇനി ഈ പിസ്റ്റൺ നമ്മൾ നോർമലി ഉണ്ടാക്കിയിരിക്കുന്നത് അലുമിനിയം അലോയ്സ് ഉപയോഗിച്ചിട്ടാണ്. അലുമിനിയം അലോയ് കൊണ്ടാണ് പിസ്റ്റൺ ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പിസ്റ്റൻ്റെ വെയിറ്റ് കുറയ്ക്കാനും അതേപോലെ പിസ്റ്റണിൽ നിന്ന് ഹീറ്റ് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ അലുമിനിയം അലോയ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിനി പറയുന്നത് പിസ്റ്റൺ റിംഗ് ആണ്. പിസ്റ്റൺ റിങ്സ് സിലിണ്ടറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നത് പിസ്റ്റൺ റിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര മിനിമം നമ്പർ ഓഫ് പിസ്റ്റൺ റിങ്സ്, മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മിനിമം നമ്പർ ഓഫ് പിസ്റ്റൺ റിങ്സ് ഇൻ ആൻ IC എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ഓക്കെ, അവിടെ 2 കംപ്രഷൻ റിംഗ് ഉണ്ട്. നമുക്കിവിടെ കാണാം. ഒന്ന് ടോപ്പ് കംപ്രഷൻ റിങ്ങും അതേപോലെ തന്നെ സെക്കൻഡ് കംപ്രഷൻ റിങ്ങും. 2 മിനിമം നമ്പർ ഓഫ് കംപ്രഷൻ റിങ് 2 ആണ്. അതേപോലെ ഒരു ഓയിൽ റിങ്ങും നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടലി മിനിമം നമ്പർ ഓഫ് പിസ്റ്റൺ റിങ്സ് എന്ന് പറഞ്ഞത് 3 ആണ്. അതിൽ കൂടുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ എൻജിൻ്റെ കപ്പാസിറ്റി അതുപോലെ സ്പെസിഫിക്കേഷനൊക്കെ മാറുന്നതനുസരിച്ച് നമ്പർ ഓഫ് പിസ്റ്റൺ റിങ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് മിനിമം നമ്പർ 3 ആണ്. ആ 3-ൽ 2 കംപ്രഷൻ റിങ്ങും ഒരു ഓയിൽ റിങ്ങും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പിസ്റ്റൺ റിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തിനൊക്കെയാണ് നമ്മൾ ഈ പിസ്റ്റൺ റിങ്ങും ബേസിക്കലി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ കംപ്രഷൻ റിങ് ഈ നോർമലി നമ്മൾ പറഞ്ഞ പിസ്റ്റൺ റിങ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് പിസ്റ്റൺ റിങ്സ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, മെറ്റീരിയൽ ഓഫ് പിസ്റ്റൺ റിങ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് പിസ്റ്റൺ റിങ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്താണ് നമുക്കറിയാം ഈ പിസ്റ്റൻ്റെ മുകൾ ഭാഗത്താണ് എന്ത് നടക്കുക? കമ്പസ്റ്റൻ ചേമ്പർ. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു കമ്പസ്റ്റൻ ചേമ്പർ എന്ന് പറഞ്ഞ സംഭവം. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് കമ്പസ്റ്റൻ നടക്കുക. അപ്പോൾ കമ്പസ്റ്റൻ നടക്കുക അല്ലെ ബേണിംഗ് നടക്കുമ്പോൾ ഇവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആ പ്രഷർ എന്ത് ചെയ്യാൻ പാടില്ല? ലീക്ക് ചെയ്യാൻ പാടില്ല. താഴെ ക്രാങ്ക് കേസിലേക്ക് ലീക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രഷർ ഇവിടെ നിന്നെങ്കിൽ മാത്രമേ പിസ്റ്റണിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ കമ്പസ്റ്റിൻ ചെയ്തിട്ടുള്ള ഗ്യാസ് താഴേക്ക് ബോട്ടം സൈഡിൽ എൻജിൻ്റെ ബോട്ടം സൈഡിലേക്ക് ലീക്ക് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആരാണ്? ഈ കംപ്രഷൻ റിങ്സ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് പിസ്റ്റൺ റിങ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദ കമ്പസ്റ്റിൻ പ്രഷർ ലീക്കേജ്. കമ്പസ്റ്റിൻ പ്രഷർ ലീക്കേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആരാണ്? ഈ കംപ്രഷൻ റിങ് ആണ്. ഓക്കെ, നമ്മൾ ഇനി പറയുന്നത് ഓയിൽ റിങ്ങിൻ്റെ ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഓയിൽ റിങ് ആക്ച്വലി 2 ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് നമുക്കറിയാം ഇത് റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്, പിസ്റ്റന് റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്. അതേപോലെ റിങ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ സിലിണ്ടർ വാളിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്.
അപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ സ്പീഡിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ വരുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ലൂബ്രിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് ആരാണ്? സിലിണ്ടർ വാളിൽ പ്രോപ്പർ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് ഈ ഓയിൽ റിങ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഓയിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻ ഓയിൽ എവിടെ വരാൻ പാടില്ല? കമ്പസ്റ്റിംഗ് ചേമ്പറിൽ, ടോപ്പിലുള്ള കമ്പസ്റ്റിംഗ് ചേമ്പറിൽ വരാൻ പാടില്ല. കമ്പസ്റ്റിംഗ് ചേമ്പറിൽ വന്നെന്ത് സംഭവിക്കും? ഈ ലൂബ്രിക്കേഷൻ ഓയിൽ ബേൺ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ബേൺ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിൽ എന്താണ് സ്മോക്കിൻ്റെ അളവ്, പുകയുടെ അളവ് കൂടാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നോർമൽ കേസ് എന്താ, ഫ്യൂവൽ ബേൺ ചെയ്യുന്ന പോലെ എന്തും ബേൺ ചെയ്യില്ല, ഈ ലൂബ്രിക്കേഷൻ ഓയിൽസ് ബേൺ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അത് കത്തിക്കാൻ പാടാണ്. ഓക്കെ, ലൂബ്രിക്കേഷൻ ഓയിൽ കത്തിക്കാൻ നമുക്ക് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ഓയിൽ റിങ്ങിൻ്റെ ഫംഗ്ഷൻ ആക്ച്വലി രണ്ടെണ്ണമാണ്. ഒന്ന്, സിലിണ്ടർ വാളിൽ പ്രോപ്പർ ലൂബ്രിക്കേഷൻ കൊടുക്കുക. സെക്കൻഡ്, ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ലൂബ്രിക്കേഷൻ, ഓയിൽ റിങ്സ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ലൂബ്രിക്കേഷൻ ഓയിൽ ഇൻ ടു ദ കമ്പസ്റ്റിംഗ് ചേമ്പർ. ഓക്കെ, അതിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ലൂബ്രിക്കേറ്റിംഗ് ദ സിലിണ്ടർ വാൾ, സിലിണ്ടർ വാളിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോർമലി പിസ്റ്റൺ റിങ്സിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ പിസ്റ്റൺ റിങ്സിന് 3 എണ്ണമാണ് മിനിമം ഉള്ളതെന്ന് ഓർത്തിരിക്കുക. അതിൽ 2 എണ്ണം കംപ്രഷൻ റിംഗ് ആണ്, 1 ഓയിൽ റിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ മെറ്റീരിയൽസും ഓർത്തിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് കമ്പോണൻസിലേക്ക് മാറാം. ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ഒരു IC എഞ്ചിനിലെ റൊട്ടേറ്റിംഗ് പാർട്ട് എന്നാൽ റൊട്ടേഷൻ എനർജി തരുന്നത് ക്രാങ്ക് ഷാഫ്റ്റാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ്, ഒരു പിക്ചോറിക്കലായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ ഇത് ക്രാങ്ക് ഷാഫ്റ്റ്. ഇപ്പോൾ ഇതിൽ ഈ കാണുന്ന, ഈ പ്രൊജക്ഷനായിട്ട് കാണുന്ന പാർട്ടാണ് ക്രാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്രാങ്ക്, ഇത് ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ റൊട്ടേറ്റ് കംപ്ലീറ്റ്ലി. ഇതിപ്പം മൾട്ടി സിലിണ്ടർ എഞ്ചിനാണ്. ഇപ്പോൾ കുറേ സിലിണ്ടർ, ഇവിടെ ഒരു പിസ്റ്റൺ എന്നുള്ള കണക്ഷൻ വരും, ഇവിടെ അടുത്തതിൻ്റെ വരും, ഇവിടെ അടുത്തത് വരും. അപ്പോൾ അങ്ങനെ ഇവിടെ 1 2 3 പിസ്റ്റൺ എന്നുള്ള 4 പിസ്റ്റൺ എന്നുള്ള കണക്ഷൻസ് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ, എന്താണ്, ക്രാങ്ക് ഷാഫ്റ്റാണ് റോട്ടറി പാർട്ട് ഓഫ് ദ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ആൻ എഞ്ചിൻ. ഇനി ക്രാങ്ക് ഷാഫ്റ്റിനെ നമ്മൾ ബാക്ക് ബോൺ ഓഫ് IC എഞ്ചിൻ എന്നും പറയാറുണ്ട്. IC എഞ്ചിൻ്റെ നട്ടല് എന്ന് പറയുന്നത് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിനാണ് IC എഞ്ചിൻ്റെ നട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് കിട്ടേണ്ട റിസൾട്ട്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ എനർജിയാണ്. അത് തരുന്ന ആൾ ആരാണ്? ക്രാങ്ക് ഷാഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന ഇതാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്കിൻ്റെ റൊട്ടേഷണൽ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ആര്? കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ഓരോ കമ്പൗണ്ടിൻ്റെ മോഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിസ്റ്റൺ റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്, അല്ലെങ്കിൽ ലീനിയർ മോഷനാണ്, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളി പറഞ്ഞാൽ ട്രാൻസ്ലേറ്ററി മോഷൻ. 3 ഒന്ന് തന്നെയാണ്. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ്, ലീനിയർ, ട്രാൻസ്ലേറ്ററി എന്നൊക്കെ പറഞ്ഞാൽ ഒരേ മെത്തേഡ് ഓഫ് മോഷനാണ്. ഇനി ക്രാങ്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ മോഷനാണ്. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആയിരിക്കും കണക്റ്റിംഗ് റോഡിന് ഉണ്ടാവുക? കണക്റ്റിംഗ് റോഡ് കമ്പൈൻഡ് മോഷനാണ്, അല്ലെങ്കിൽ ജനറൽ മോഷനാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷണൽ മോഷനും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ലീനിയർ മോഷനുമുണ്ട്. രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ആർക്കുള്ളത്? കണക്റ്റിംഗ് റോഡിന് ഉള്ളത്. അതാണ് കണക്റ്റിംഗ് റോഡിൻ്റെ മോഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. കണക്റ്റിംഗ് റോഡിന് 2 എൻഡുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിഗറിൽ കണ്ടതാണ്. കണക്റ്റിംഗ് റോഡിൻ്റെ ഒരു എൻഡ് പിസ്റ്റണിൽ കണക്ട് ചെയ്യും, മറ്റേ എൻഡ് ക്രാങ്ക് ഷാഫ്റ്റിൽ, ക്രാങ്കിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് യൂണിഫോം അല്ല, ബീം ഷേപ്പാണ്. ഓക്കെ, ബീമിൻ്റെ ഷേപ്പാണ് ഉണ്ടാവുക. ഇനി നമ്മളിനി പറയുന്നു കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോളർ എൻഡ് നമ്മൾ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയൊരു പിന്ന് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ ഹോളിൽ പിസ്റ്റണിൽ ഇട്ട ശേഷം ഈ ഹോൾ നമ്മളൊരു പിന്നാണ് ഇതിനകത്തോടെ ഇടുക. ആ പിന്നിന് നമ്മൾ പറഞ്ഞ പേരാണ് പിസ്റ്റൺ പിൻ, ഗഡ്ജിയോൺ പിൻ ഓർ വ്രിസ്റ്റ് പിൻ. ഇത് 3 ഒന്ന് തന്നെയാണ്. അപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല പേരിലാണ് അത് ചോദിക്കുക. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോളർ എൻഡ് പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നിനെ നമ്മൾ പറഞ്ഞ പേരാണ് പിസ്റ്റൺ പിൻ ഓർ ഗഡ്ജിയോൺ പിൻ ഓർ വ്രിസ്റ്റ് പിൻ. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ലാർജ് എൻഡാണ് നമ്മൾ ക്രാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്രാങ്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് ക്രാങ്ക് പിൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് ഓർത്തിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓർക്കുക ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഐ ബീമാണ്. ഓക്കെ, അപ്പോൾ ബിഗർ എൻഡ് ഓഫ് കണക്റ്റിംഗ് റോഡ് കണക്റ്റഡ് ടു ക്രാങ്ക് ബൈ യൂസിങ് ക്രാങ്ക് പിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കണക്റ്റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നെക്സ്റ്റ് നമ്മൾ ക്യാം ഷാഫ്റ്റ് മെക്കാനിസത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ക്യാം ഷാഫ്റ്റ് മെക്കാനിസം എന്തിനാണ് ആക്ച്വലി ഈ ക്യാം ഷാഫ്റ്റ് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിരുന്നു, ക്യാം ഷാഫ്റ്റ് മെക്കാനിസം നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് വാൽവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. വാൽവ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ജസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഏറ്റവും താഴെ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റ് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള പവർ എവിടെ നിന്നാണ് കിട്ടുന്നത്? പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ഓക്കെ, പിസ്റ്റൺ ഈ കാണുന്നതാണ്, പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു, അതുവഴി കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നുള്ള പവർ സ്വീകരിച്ചുകൊണ്ടാണ് ആര് റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്യാം ഷാഫ്റ്റ്, CAM, ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഈ താഴെ കാണുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ്, ഈ കാണുന്നതാണ് ക്യാം ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ക്യാം ഷാഫ്റ്റിലേക്ക് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് എങ്ങനെ പവർ വരിക? ചെയിൻ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ചെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ക്യാം ഷാഫ്റ്റിലേക്ക് പവർ എത്തിക്കുന്നത്. ഓക്കെ, ഈ ക്രാങ്ക് ഷാഫ്റ്റ് ക്യാം ഷാഫ്റ്റിൽ കാണുന്ന ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8 ഈ കാണുന്ന പ്രൊജക്ഷനാണ് നമ്മൾ ക്യാം എന്ന് പറയാം, CAM, ക്യാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാമാണ് ആരെ ആക്ച്വേറ്റ് ചെയ്യിക്കുന്നത്? ഈ ലിഫ്റ്റർ, അല്ലെങ്കിൽ ലിഫ്റ്ററിൻ്റെ മറ്റൊരു പേരാണ് ഫോളോവർ, ക്യാം ആൻഡ് ഫോളോവർ. അപ്പം ഈ ക്യാം ഷാഫ്റ്റിലുള്ള ക്യാം ഈ ലിഫ്റ്ററിനെ റൈസ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രൊജക്ഷൻ, ഈ ചെറിയ പ്രൊജക്ഷൻ ഇവിടെ വരുമ്പോൾ അത് ലിഫ്റ്റ് ചെയ്യിക്കും. ഈ ലിഫ്റ്റർ ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്? പുഷ് റോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ പുഷ് റോഡ് ആരെ റൈസ് ചെയ്യിക്കും? ആരെ ഓസിലേറ്റ് ചെയ്യിക്കും? റോക്കർ ആം എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിനെ ഓസിലേറ്റ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ റോക്കർ ആം ഒരു ഓസിലേറ്റിംഗ് മെക്കാനിസമാണ്. അപ്പം ഈ പുഷ് റോഡ് റോക്കർ ആമിനെ ഓസിലേറ്റ് ചെയ്യും. റോക്കർ ആമിനെ ആക്ച്വേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി വാൽവ് ഓപ്പൺ ചെയ്യാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ വാൽവിലേക്ക് ക്രാങ്ക് ഷാഫ്റ്റ് പവർ വഴി നമ്മൾ വാൽവിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു 4 സിലിണ്ടർ എൻജിനാണ്. അപ്പോൾ ഇതിൽ വാൽവിന് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി വാൽവ് ഓപ്പണിംഗ് ക്ലോസിങ്. അപ്പോൾ നമുക്കറിയാം ഒരു സിലിണ്ടറേ ഉള്ളെങ്കിൽ അവിടെ 2 റോക്കർ ആം വേണം. ഇൻഡിവിജ്വലി ഒരു ഇൻലെറ്റ് വാൽവ് ഉണ്ടാവും, ഒരു എക്സോസ്റ്റ് വാൽവ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാം ഷാഫ്റ്റ് മെക്കാനിസത്തിൽ നമ്മൾ ആക്ച്വലി വാൽവ് എന്തിനാണ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാൽവിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഈ ക്യാം ഷാഫ്റ്റിന് ആവശ്യമായ പവർ എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മുടെ പവർ എവിടെ ഉള്ളൂ? ക്രാങ്ക് ഷാഫ്റ്റിൽ മാത്രമേ പവർ ഉള്ളൂ. ഓക്കെ, പവർ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ, ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ പവർ കിട്ടും ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ്. ഓക്കെ, സോ ദ ക്യാം ഷാഫ്റ്റ് അബ്സോർബ്സ് പവർ ഫ്രം ക്രാങ്ക് ഷാഫ്റ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റോക്കറാം. ഈ റോക്കറാം എന്ന് പറയുന്ന സംഭവം എന്താണ്? വാൽവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഓസിലേറ്റിംഗ് ഇതുണ്ട്. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്, മുകളിലോട്ട് നടന്ന് 2 രീതിയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഇത് ടിപ്പിക്കലി എവിടെയാണ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്തത്? ബിറ്റ്വീൻ പുഷ് റോഡ് ആൻഡ് ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് വാൽവ്സ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ നോർമലി റോക്കർ ആം ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിലാണ് നടക്കുന്ന ഈ ഒരു ക്യാം ഷാഫ്റ്റ് മെക്കാനിസത്തിൽ നോർമലി പവർ ഫ്ലോ ഡയഗ്രമാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി പവർ എവിടെ നിന്നാണ്? ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ് നമുക്ക് പവർ കിട്ടുക. ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഒരു ചെയിൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പവർ ക്യാം ഷാഫ്റ്റിൽ എത്തിക്കുന്നു. ഓക്കെ, ക്യാം ഷാഫ്റ്റിൽ നിന്ന് പവർ ക്യാമിന് കിട്ടുന്നു. ഓക്കെ, ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാം റൊട്ടേറ്റ്. ദെൻ ഈ ക്യാമിന് റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു? ക്യാമിൻ്റെ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോളോവർ അല്ലെങ്കിൽ ലിഫ്റ്റർ അല്ലെങ്കിൽ ഫോളോവർ വർക്ക് ചെയ്യുന്നു. ഫോളോവറാണ് പുഷ് റോഡിനെ ആക്ച്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോളോവറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരുന്ന പുഷ് റോഡാണ്. പുഷ് റോഡ് റോക്കർ ആമിനെ ഓസിലേറ്റ് ചെയ്യിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാൽവിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് നടക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ഈ പാർട്ടിൻ്റെയും പൊസിഷൻസ് ഓർത്തിരിക്കുക. ഇൻ ബിറ്റ്വീൻ എവിടെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ റോക്കർ ആമിൻ്റെ ഒക്കെ കേസ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പൊസിഷൻസ് ഓർത്തിരിക്കുക, അതേപോലെ പവർ ഫ്ലോ ഡയഗ്രാം നമ്മളൊന്ന് ഓർത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോർമലി
എൻജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്സും അതിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി ടെർമിനോളജീസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ IC എഞ്ചിൻ്റെ പാർട്സിൽ നിന്നും കേരള PSCക്ക് ചോദിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള പോളി ലെക്ചർ എക്സാമിനേഷൻ, അതായത് ഓട്ടോമൊബൈല്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, സിവില്, ടൂൾ ആൻഡ് ഡൈ ഇങ്ങനെയുള്ള എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ മജോറിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ PSCക്ക് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട് IC എഞ്ചിൻ്റെ പാർട്സ് എന്ന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ്റെ ഫംഗ്ഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചോയ്സ് എ വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എഞ്ചിനെ യൂസ്ഫുൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് സി ആണ്, ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജി. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പിസ്റ്റൺ ആൻഡ് ദ ഡാഷ് ഈസ് കണക്റ്റഡ് ബൈ കണക്റ്റിംഗ് റോഡ്. ചോയ്സ് എ ക്ലച്ച്, ക്രാങ്ക് ഷാഫ്റ്റ്, ചോയ്സ് സി സിലിണ്ടർ ഹെഡ്, ചോയ്സ് ഡി ഫ്ലൈ വീൽ. അപ്പോൾ കണക്റ്റിംഗ് റോഡിൻ്റെ ഫംഗ്ഷനെ കുറിച്ചാണ് ആക്ച്വലി ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പിസ്റ്റന് റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്. പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷണൽ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? കണക്റ്റിംഗ് റോഡാണ്. അപ്പോൾ ആക്ച്വലി പിസ്റ്റനെയും ക്രാങ്ക് ഷാഫ്റ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് ആര്? കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഞ്ചിൻ്റെ ഡയഗ്രത്തിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് പറയാം. സോ ദ ആൻസർ ഈസ് ചോയ്സ് ബി, ക്രാങ്ക് ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an engine, push rod is located between. In an engine, push rod is located between. അപ്പോൾ അതിൽ ഒന്നാമതാണ് വാൽവ് ആൻഡ് വാൽവ് സ്പ്രിംഗ്. ചോയ്സ് ബി വാൽവ് ആൻഡ് റോക്ക് റാം. ചോയ്സ് സി ടാപ്പറ്റ് ആൻഡ് റോക്ക് റാം. ചോയ്സ് ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിൽ ഈ പുഷ് റോഡ് എന്ന സംഭവം വരുന്നത് ക്യാം ഷാഫ്റ്റ് മെക്കാനിസത്തിലാണ്. അത് വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് ആ ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഫിഗർ നോക്കാം. ഫിഗറിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ക്യാം ഷാഫ്റ്റാണ് ഈ കാണുന്നത്. ക്യാം ഷാഫ്റ്റുമായിട്ട് ക്യാമുണ്ട്, ക്യാമിൽ ടാപ്പറ്റ് വരുന്നുണ്ട്. ഈ ടാപ്പറ്റിനാണ് ലിഫ്റ്റ് ഓർ ഫോൾ ഓവർ എന്ന് പറയുന്നത്. ദെൻ പുഷ് റോഡിൽ നിന്ന് നമ്മുടെ റോക്കറിലേക്ക് നമ്മൾ കൂടും. അപ്പോൾ അവിടുന്ന് റോക്കറാമുണ്ട്. റോക്കറാമാണ് വാൽവിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പവർ ഫ്ലോ ഡയഗ്രാം കൂടി നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ആൻസർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പുഷ് റോഡ് എന്ന് പറയുന്നത് ഇതിനൊക്കിടയിലാണ് ടാപ്പറ്റിനും റോക്കറാമിനും. റോക്കർ ഷാഫ്റ്റാണ്. അപ്പോൾ റോക്കറാമിനും ടാപ്പറ്റിനും ഇടയിലാണ് പുഷ് റോഡിൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ക്യാം ഷാഫ്റ്റ് മെക്കാനിസത്തിൻ്റെ പവർ ഫ്ലോ ഡയഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ടച്ചിങ് ഓരോന്നിൻ്റെ ഫ്ലോ ഡയഗ്രമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ് മെയിൻ പവർ കിട്ടുന്നത്. അവിടുന്ന് ക്യാം ഷാഫ്റ്റിലേക്ക് പോകുന്നു. ക്യാം ഷാഫ്റ്റിൽ ക്യാമുണ്ട്. ഓക്കെ, ക്യാം ആക്ച്വേറ്റ് ചെയ്യിക്കുന്നത് ഈ ഫോൾ ഓവർ അല്ലെങ്കിൽ ലിഫ്റ്റർ അല്ലെങ്കിൽ ടാപ്പറ്റ്. ഇത് മൂന്നിൻ്റെ ഒന്ന് തന്നെയാണ് നമ്മൾ ഫിഗറിൽ നിന്ന് കാണാം. ടാപ്പറ്റിന് പറഞ്ഞ മറ്റു പേരാണ് ഫോൾ ഓവർ ഓർ ലിഫ്റ്റർ. അതിൽ നിന്ന് ഈ ടാപ്പറ്റാണ് പുഷ് റോഡിനെ ആക്ച്വേറ്റ് ചെയ്യിക്കുന്നത്. അവിടുന്ന് റോക്കർ ആമറിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഫ്ലോ ഡയഗ്രം ഓർത്തിരിക്കണം, അതുപോലെ പൊസിഷൻസ് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ക്യാം മെക്കാനിസം നമ്മൾ ക്യാം ഷാഫ്റ്റ് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത് വാൽവ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും. അപ്പം വാൽവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. The part of overhead valve mechanism arranged between the valve tappet and rocker arm. അപ്പോൾ ചോയ്സ് എ എന്ന് പറഞ്ഞാൽ ക്യാം ഫോൾ ഓവർ, പുഷ് റോഡ്, റോക്കർ ഷാഫ്റ്റ്, ദെൻ ക്യാം ഷാഫ്റ്റ്. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ മാതിരി തന്നെ. അപ്പം ഏതാണ് വാൽവ് ടാപ്പറ്റിനും റോക്കർ ആമറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാവുന്നുള്ളൂ. ഓക്കെ, വാൽവ് ടാപ്പറ്റ്, വാൽവ് ഇൻ ബിറ്റ്വീൻ വാൽവ് ടാപ്പറ്റ് ആൻഡ് റോക്കർ ആം ഇൻ ബിറ്റ്വീൻ വരുന്നത് പുഷ് റോഡാണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ചോയ്സ് ബി,
പുഷ് റോഡ്. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് കമ്പോണൻറ്റ് ഈസ് മെയ്ഡ് ഓഫ് അലുമിനിയം അലോയ്? ഒന്നാം ചോയ്സ് എ പിസ്റ്റൺ റിങ്സ്, ചോയ്സ് ബി പിസ്റ്റൺ, സി ഗഡ്ജോൺ പിൻ, ഡി ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ഇതിൽ മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമുക്ക് ഇതിനകത്തൊരു ഐഡിയ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം ഓരോന്നിനും ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നോർമലി യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതിൽ പിസ്റ്റൺ റിങ്സ് നോർമലി ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് പിസ്റ്റൺ റിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിസ്റ്റൺ നോർമലി അലുമിനിയം അലോയ്സ് യൂസ് ചെയ്തിട്ടാണ് പിസ്റ്റൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ പിസ്റ്റനെ നമ്മൾ എന്തിനാണ് അലൂമിനിയം അലോയ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിസ്റ്റനെ അലൂമിനിയം അലോയ്സ് വെച്ച് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഗഡ്ജോൺ പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അലോയ് കാർബറൈസ്ഡ് സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ അലോയ് സ്റ്റീലാണ്, അതിന് നമ്മൾ കാർബറൈസേഷൻ എന്ന് പറഞ്ഞൊരു കേസ് ഹാർഡനിങ് സർഫസ് ഹാർഡനിങ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അലോയ് കാർബറൈസ്ഡ് സ്റ്റീൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോർജ്ഡ് സ്റ്റീൽ ഉപയോഗിച്ച്. കാര്യം ക്രാങ്ക് ഷാഫ്റ്റിൽ വളരെയധികം പവർ അബ്സോർവ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് നമ്മളതിന് ഫോർജ്ഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആണ് നമുക്ക് അലുമിനിയം അലോയ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കമ്പോണൻ്റ് ഏതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് പിസ്റ്റൺ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പാസ് ചെയ്യും. ദ കണക്റ്റിംഗ് റോഡ് ഈസ് ജനറലി ഓഫ് ദ ഫോളോയിങ് ഫോം. ഫസ്റ്റ്, ഫോർജ്ഡ് ഐ സെക്ഷൻ, forged round section, cast iron triangular section, cast iron square section. ഓക്കെ, അപ്പോൾ ഇത് കണക്റ്റിംഗ് റോഡിൻ്റെ ഷേപ്പിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്റ്റിംഗ് റോഡ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കണക്റ്റിംഗ് റോഡിൻ്റെ ഇതാണ്, ഒരു സ്മോളർ എൻഡ് ഉണ്ട്, ഒരു ലാർജർ എൻഡ് ഉണ്ട്. ദെൻ അതിൻ്റെ നോർമലി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഐ ബീം സെക്ഷനാണ്. അപ്പോൾ ഐ സെക്ഷനാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ വരിക, ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് വരിക. ഇനി അതുപോലെ ഇത് ഫോർജ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇതിൽ ഈ ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ് ഇങ്ങനെയുള്ള പവർ അബ്സോർവിങ് കമ്പോണൻറ്റ്സ് എല്ലാം നമ്മൾ നോർമലി ഫോർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു മെറ്റൽ ഫോമിങ് പ്രോസസ്സാണ്. ഓക്കെ, മെക്കാനിക്കലിലുള്ള ഒരു പർട്ടിക്കുലർ പ്രോസസ്സാണ് നമ്മൾ ഈ ഫോർജിങ് എന്ന് പറയുന്നത്. ഫോർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡൈയിൽ വെച്ചിട്ട് ഒരു കുറച്ച് ടെമ്പറേച്ചർ ഉള്ളതെന്ന് വെച്ചിട്ട് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതിനാണ് ഫോർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെയുള്ള പവർ അബ്സോർവിങ് കമ്പോണൻറ്റ്സ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ഫോർജിങ് എന്ന പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് റോഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഫോർജ്ഡ് ഐ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ചോയ്സ് എ ആണ്, ഫോർജ്ഡ് ഐ സെക്ഷൻ. അപ്പോൾ നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഇൻ ആൻ ഓട്ടോമൊബൈൽ എഞ്ചിൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ പിസ്റ്റൺ വിൽ ബി മോർ അറ്റ് ഒന്ന് ക്രൗൺ ഓഫ് ദ പിസ്റ്റൺ, ദെൻ സ്കേർട്ട് ഓഫ് ദ പിസ്റ്റൺ, പിസ്റ്റൺ വോൾ, പിസ്റ്റൺ റിങ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിസ്റ്റൻ്റെ ഒരു ഡയഗ്രാം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പിസ്റ്റൻ്റെ കമ്പസ്റ്റൻ ചേമ്പർ എവിടെ വരിക, ഈ പിസ്റ്റൻ്റെ മുകൾ ഭാഗത്താണ്. ഓക്കെ, മുകളിലാണ് കമ്പസ്റ്റൻ നടക്കുക. അപ്പോൾ അവിടെ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ഏത് പാർട്ടാണ്, പിസ്റ്റൻ്റെ ക്രൗൺ എന്ന് പറയുന്ന പാർട്ടിലാണ് കമ്പസ്റ്റൻ ചേമ്പറുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്നത്. അതുകൊണ്ട് ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ പിസ്റ്റൻ്റെ ക്രൗണിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പിസ്റ്റൺ സ്കേർട്ട് എന്ന് പറയുമ്പോൾ ബോട്ടം സൈഡാണ്, അവിടെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പിസ്റ്റൻ്റെ ഒരു ഷേപ്പ്, അതുപോലെ പിസ്റ്റൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ക്ലിയർ ആണ്, പിസ്റ്റൺ ക്രൗൺ ആണ് കമ്പസ്റ്റൻ ചേമ്പറായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്നത്. അതുകൊണ്ട് ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ പിസ്റ്റൺ ക്രൗണിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് എ ആണ്, ക്രൗൺ ഓഫ് ദ പിസ്റ്റൺ. ക്രൗൺ ഓഫ് ദ പിസ്റ്റണിലായിരിക്കും ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നീങ്ങണം. ദ കണക്റ്റിംഗ് റോഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ പിസ്റ്റൺ ബൈ. അപ്പോൾ കണക്റ്റിംഗ് റോഡ് പിസ്റ്റനുമായിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഒന്ന് ക്യാപ് ബോൾട്ട്, ചോയ്സ് എ ക്യാപ് ബോൾട്ട്, ചോയ്സ് ബി പിസ്റ്റൺ പിൻ, ചോയ്സ് സി ലോവർ ക്യാപ്, ദെൻ ചോയ്സ് ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ നീറ്റായിട്ട് പറഞ്ഞതാണ്. കണക്റ്റിംഗ് റോഡിന് രണ്ട് എൻഡ് ഉണ്ട്. അതിൻ്റെ ബിഗർ എൻഡ് ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദ സ്മോളർ എൻഡ് ഓഫ് ദ കണക്റ്റിംഗ് റോഡ് ഈസ് കണക്റ്റഡ് ടു കണക്റ്റിംഗ് റോഡ് ഈസ് കണക്റ്റഡ് ടു പിസ്റ്റൺ ബൈ പിസ്റ്റൺ പിൻ അല്ലെങ്കിൽ ഗഡ്ജോൺ പിൻ ഓർ വ്രിസ്റ്റ് പിൻ. ഈ മൂന്ന് പേരും
ഒരേ പിന്നിൻ്റെ തന്നെയാണ്. നമ്മൾ സെയിം ഡിഫറെൻറ്റ് 3 പേരിലാണ് ഈ പിസ്റ്റൺ പിൻ അറിയുന്നത്. ഓക്കെ, പിസ്റ്റൺ പിന്നിൻ്റെ മറ്റൊരു പേരാണ് ഗഡ്ജ് ജോയിൻറ്റ് പിൻ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്മോളർ എൻഡ് ഓഫ് കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോളർ എൻഡാണ് നമ്മൾ പിസ്റ്റനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിസ്റ്റനുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ പിൻ, ഗഡ്ജ് ജോയിൻറ്റ് പിൻ ഓർ ബ്രിസ്റ്റ് പിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പിസ്റ്റൺ പിന്നാണ്. പിസ്റ്റൺ പിൻ എന്ന് പറഞ്ഞാലും ഗഡ്ജ് ജോയിൻറ്റ് പിൻ എന്ന് പറഞ്ഞാലും ബ്രിസ്റ്റ് പിൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ? അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. 2 stroke പെട്രോൾ എഞ്ചിൻ, ചോയ്സ് എ. ചോയ്സ് ബി 4 stroke പെട്രോൾ എഞ്ചിൻ, ചോയ്സ് സി ഡീസൽ എഞ്ചിൻ, ചോയ്സ് ഡി സ്റ്റീം എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമുക്ക് ക്ലിയർ ആണ്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലാത്തത് ചോയ്സ് ഡി ആണ്, സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിൻ ഒരു എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് സ്റ്റീം എഞ്ചിൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ സിലിണ്ടർ ബ്ലോക്ക് ടോപ്പ് ഈസ് കവേർഡ് വിത്ത്. അപ്പോൾ ഇത് നമുക്ക് ജിയോമെട്രിയിൽ നിന്ന് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഒന്ന് ചോയ്സ് എ സിലിണ്ടർ ലൈനർ, ചോയ്സ് ബി ക്രാങ്ക് ഷാഫ്റ്റ്, ചോയ്സ് സി പിസ്റ്റൺ, ചോയ്സ് ഡി സിലിണ്ടർ ഹെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ സിലിണ്ടർ ബ്ലോക്കിൻ്റെ ടോട്ടൽ ഫിഗർ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടറിന് ഇവിടെ ചോദിച്ച സിലിണ്ടർ ബ്ലോക്ക്. അപ്പോൾ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സിലിണ്ടർ, ഈ കാണുന്ന പാർട്ട്, അതായത് ഈ സംഭവം ടോട്ടൽ. അതിൻ്റെ ടോപ്പ് കവർ ചെയ്തിട്ടുള്ളത് സിലിണ്ടർ ഹെഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സിലിണ്ടർ ഹെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സിലിണ്ടർ ബ്ലോക്കിൻ്റെ ടോപ്പ് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ചോയ്സ് ഡി സിലിണ്ടർ ഹെഡ്. അപ്പോൾ നമ്മൾ ഇനി 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ദ ഫങ്ഷൻ ഓഫ് ഓയിൽ റിംഗ് ഓഫ് പിസ്റ്റൺ ഈസ് ടു. അപ്പോൾ പിസ്റ്റൺ റിങ്സിനെ കുറിച്ചുണ്ട്, അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ്. ചോയ്സ് എ സ്ക്രാപ്പ് ദ എക്സസ് ഓയിൽ ഓഫ് സിലിണ്ടർ വാൾ, ചോയ്സ് ബി റെഡ്യൂസ് ദ വിയർ ഓഫ് പിസ്റ്റൺ, ചോയ്സ് സി പ്രിവെൻറ്റ് ഗ്യാസ് എസ്കേപ്പ് ഡ്യൂറിങ് കംപ്രഷൻ, ചോയ്സ് ഡി ലൂബ്രിക്കേറ്റ് കണക്റ്റിംഗ് റോഡ് ബിയറിംഗ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം പിസ്റ്റൺ റിങ് 3 എണ്ണമാണുള്ളത്. മിനിമം 3 പിസ്റ്റൺ റിംഗ് ആണുള്ളത്, മിനിമം നമ്പറാണ്. അപ്പോൾ അതിൽ 2 കംപ്രഷൻ റിങ്ങും ഒരു ഓയിൽ റിങ്ങുമാണുള്ളത്. അതിൽ ഓയിൽ റിങ്ങിൻ്റെ ഫംഗ്ഷനെ കുറിച്ചാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഓയിൽ റിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻസ് നമുക്കറിയാം എന്തൊക്കെയാണ്. 1 സിലിണ്ടർ വാളിൽ ലൂബ്രിക്കേഷൻ, 2 ഈ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് ഓയിൽ എൻ്റർ ചെയ്യാൻ പാടില്ല, പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോയ്സ് ഏതാണ്? സ്ക്രാപ്പ് എക്സസ് ഓയിൽ ഓഫ് സിലിണ്ടർ വാൾ. അപ്പം സിലിണ്ടർ വാൾ എന്ന എക്സസ് ഓയിലിനെ കൺട്രോൾ ചെയ്യുകയാണ് നമ്മുടെ ഈ ഓയിൽ റിങ്ങിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദ മെയിൻ ഷാഫ്റ്റ് ഓഫ് ആൻ IC എഞ്ചിൻ ദാറ്റ് കൺട്രോൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് പിസ്റ്റൺ? അപ്പോൾ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ ഷാഫ്റ്റ് ഏതാണ് ചോദിച്ചിട്ടുള്ളത്. എ ക്രാങ്ക് ഷാഫ്റ്റ്, ബി ഡ്രൈവ് ഷാഫ്റ്റ്, സി ആക്സിൽ, ഡി ക്യാം ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ പിസ്റ്റനെ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു IC എഞ്ചിൻ പറയുക. IC എഞ്ചിൻ്റെ ഇത് നമ്മുടെ പിസ്റ്റൺ കണക്റ്റിംഗ് റോഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അത് ഡയറക്റ്റ്ലി ഏതുമായിട്ട് കണക്ട് ചെയ്യണേ? സി എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റാണ്. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റാണ്. ഈ ക്രാങ്ക് ഷാഫ്റ്റിന് നമ്മൾ IC എഞ്ചിൻ്റെ ബാക്ക് ബോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ റൊട്ടേഷണൽ എനർജി നമുക്ക് കിട്ടുന്ന ക്രാങ്ക് ഷാഫ്റ്റ് എന്നാണ്. അപ്പോൾ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിനെ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റാണ് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് വളരെ ക്ലിയർ ആണ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് എ ആണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ക്രാങ്ക് ഷാഫ്റ്റ്. നമ്മൾ 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ദ മിനിമം നമ്പർ ഓഫ് റിങ്സ് ഇൻ എ 4 stroke IC എഞ്ചിൻ പിസ്റ്റൺ ആർ. ചോയ്സ് എ 2, ചോയ്സ് ബി 3, ചോയ്സ് സി 4, ചോയ്സ് ഡി 6. അപ്പം മിനിമം നമ്പർ ഓഫ് പിസ്റ്റൺ റിങ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിനിമം നമ്പർ ഓഫ് പിസ്റ്റൺ റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഉള്ളത്. അതിൽ 2 കംപ്രഷൻ റിങ്ങും, അപ്പോൾ പിസ്റ്റനകത്ത് അറിയാം ഇതൊക്കെ ഇവിടെ 3 റിങ്സ് ആണ്. ഏറ്റവും മിനിമം നമ്പറാണ് നമ്മൾ പറയാം. ടോപ്പ് കംപ്രഷൻ റിങ്, സെക്കൻഡ് കംപ്രഷൻ റിങ്, ദെൻ ഓയിൽ റിങ്. ഓക്കെ, 2 കംപ്രഷൻ റിങ്ങും ഒരു ഓയിൽ റിങ്ങുമാണ് ഏറ്റവും മിനിമം നമ്പറായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പിസ്റ്റൺ റിങ്ങിൻ്റെ എണ്ണം എത്രയാണ്? 3 പിസ്റ്റൺ റിങ് മിനിമം വേണം. അതിൽ 2 എണ്ണം കംപ്രഷൻ റിങ് ആണ്, 1 എണ്ണം ഓയിൽ റിങ് ആണ്. അപ്പോൾ സോ ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് 3. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ 4 stroke എഞ്ചിൻ ഈച്ച് സിലിണ്ടർ ഹാസ്. ചോയ്സ് എ 1 valve, ചോയ്സ് ബി 2 valves, ചോയ്സ് സി 3 valves, ചോയ്സ് ഡി 4 valves.
അപ്പോൾ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ സിലിണ്ടറിൽ എത്ര വാൽവുകൾ ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ നോക്കിയാൽ അറിയാം. ഇതൊരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ അത് വെറുതെ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ 2 വാൽവുകളാണുള്ളത്, ഒരു ഇൻലെറ്റ് വാൽവും ഒരു എക്സോസ്റ്റ് വാൽവുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനകത്ത് ആൻസർ വളരെ ക്ലിയർ ആണ്. ആൻസർ എത്രയായിരിക്കും? 2 വാൽവുകളാണ്, 2 വാൽവ്സ്. സോ ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് 2 വാൽവ്സ്. ഇൻ എ 4 സ്ട്രോക്ക് എഞ്ചിൻ ഈച്ച് സിലിണ്ടർ ഹാസ് 2 വാൽവ്സ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു എക്സെപ്ഷണൽ കേസ് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഒരു 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വാൽവുകളാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചിരിക്കുകയാണ് ഫോർ എ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാൽവുകളുടെ എണ്ണം 3 ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ 3 വാൽവ് പറയാനുള്ള കാരണം? 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ കേസിൽ ഇൻലെറ്റ് വാൽവ് ഉണ്ടാവും, എക്സോസ്റ്റ് വാൽവ് ഉണ്ടാവും. അതേപോലെ ഈ ഡീസൽ എഞ്ചിനിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ഉണ്ട്. ഈ ഫ്യൂവൽ ഇഞ്ചക്ടറും വാൽവ് ഓപ്പറേറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിന് 3 വാൽവുകൾ ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ലാസ്റ്റ് 15th ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാണ്. വാൽവ് ഈസ് ഓപ്പൺ ആസ് ദ ക്യാം ലോബ് ഓൺ ദ ക്യാം റൈസസ് ദ. ചോയ്സ് എ വാൽവ് ലിഫ്റ്റർ, ചോയ്സ് ബി പിസ്റ്റൺ പിൻ, ചോയ്സ് സി വാൽവ് ഗൈഡ്, ചോയ്സ് ഡി വാൽവ് സീറ്റ്. ഓക്കെ, അപ്പോൾ വാൽവ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാൽവ് ഓപ്പണിങ്ങിൽ ദ വാൽവ് ഈസ് ഓപ്പൺ ആസ് ദ ക്യാം ലോബ് ഓൺ ദ ക്യാം റൈസസ്. അപ്പോൾ ക്യാം ഏതിനെയാണ് റൈസ് ചെയ്യുക? ഓക്കെ, അപ്പോൾ നമുക്കിത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അതിൻ്റെ ക്യാം ഷാഫ്റ്റ് മെക്കാനിസത്തിൽ പവർ ട്രാൻസ്മിഷൻ ഫ്ലോ ഡയഗ്രാം കിട്ടിയാൽ പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫ്ലോ ഡയഗ്രാം കിട്ടിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊന്ന് നോക്കിയാൽ നമുക്കറിയാം ഇതാണ് നമ്മുടെ ക്യാം ഷാഫ്റ്റ്. ക്യാം ഷാഫ്റ്റിൽ ക്യാം ഉണ്ട്. ക്യാം ലിഫ്റ്ററിനെയാണ് എന്ത് ചെയ്യുക? ലിഫ്റ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാൽവ് ഇവിടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ലിഫ്റ്റ് ചെയ്തില്ല. ക്യാം ലിഫ്റ്ററിനെയാണ് ആക്ച്വേറ്റ് ചെയ്യിക്കുക. ആ ലിഫ്റ്ററാണ് പുഷ് റോഡിനെ ആക്ച്വേറ്റ് ചെയ്യിക്കുക. ദെൻ റോക്കറാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വാൽവ് ഈസ് ഓപ്പൺ ആസ് ദ ക്യാം ലോബ് ഓൺ ദ ക്യാം റൈസസ് വാൽവ് ലിഫ്റ്റർ. വാൽവ് ലിഫ്റ്ററിനെ റൈസ് ചെയ്യിക്കുമ്പോഴാണ് വാൽവ് എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പവർ ട്രാൻസ്ഫറിങ് ഡയഗ്രാം നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു വാൽവ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് പവർ ക്യാം ഷാഫ്റ്റിൽ വരണം. ക്യാം ഷാഫ്റ്റിൽ നിന്ന് അത് ക്യാമിലെത്തും. ക്യാം ലിഫ്റ്റർ ഫോളോവർ അല്ലെങ്കിൽ ടാപ്പറ്റിനെ ആക്ച്വേറ്റ് ചെയ്യിക്കുന്നു. അത് പുഷ് റോഡിനെ ആക്ച്വേറ്റ് ചെയ്യിക്കുന്നു. അത് റോക്കർ ആമിനെ ആക്ച്വേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ വാൽവ് ഓപ്പൺ ആവുന്നു. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വാൽവ് ലിഫ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് IC എഞ്ചിൻ പാർട്സിൽ നിന്നും PSCയുടെ ഡിഫറെൻറ്റ് എക്സാംസുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.